പ്രവാസികൾക്കും ഹോസ്റ്റലിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള കിടിലൻ ഒരു ഐറ്റം കേട്ടോ നമ്മളിപ്പോ ഇവിടെ ഉണ്ടാക്കാൻ പോണത്. കൊണ്ടാട്ടമുളക് ഇതുപോലെ ലൂസായിട്ട് വാങ്ങാൻ കിട്ടും. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടാട്ടമുളകിന്റെ അച്ചാറാണ്. സാധാരണ അച്ചാർ ഇടുന്നമാതിരി എല്ലാം നമ്മൾ ഇടുന്നത്, ഇതിനകത്ത് നമ്മളൊരു സീക്രട്ട് ആയിട്ട് ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് വഴിയെ കാണാം. ഇപ്പൊ കൊണ്ടാട്ടമുളക് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, നല്ലെണ്ണ, ഇത്രയും സാധനങ്ങളോട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതില് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്കൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഭയങ്കരമായിട്ട് അരച്ചെടുക്കണ്ട. കുറച്ച് വെളുത്തുള്ളിയുടെ കഷ്ണൊക്കെ അവിടെ ഇവിടെയും കിടക്കുന്ന വിധത്തിൽ നമുക്കൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഇതിൽക്ക് ഇത് മാത്രം പോരാ, പൊടികൾ വേണം, സ്വർക്ക വേണം. അതെല്ലാം ഇതിനകത്ത് കാണിച്ചിട്ടില്ല, വഴിയെ കാണിക്കാട്ടാ. അപ്പൊ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചാട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ കൊണ്ടാട്ടമുളക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഭയങ്കരമായിട്ട് കരിഞ്ഞു പോവരുത്. നല്ല രീതിയിൽ ഒരു ബ്രൗൺ കളറായി വരുമ്പോ തന്നെ നമുക്ക് വറുത്ത് കോരി മാറ്റാട്ടോ. ലേറ്റ് ആയിട്ട് ബ്രൗൺ ആകുമ്പോൾ മാറ്റരുത്. ഇതുപോലെ നല്ല രീതിയിൽ ബ്രൗൺ ആയിട്ടുണ്ടാവണം. എന്നാൽ ഭയങ്കരമായിട്ട് കരിയാനും പാടില്ല. ഈ ഒരു പരുവത്തിൽ അങ്ങോട്ട് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ വറുത്ത് കോരി എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കുറെ ട്രിപ്പിന് ശേഷം അടുത്തതും കൂടെ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. ഒരുപാട് എണ്ണ ഒഴിച്ചും കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഇട്ട് വറുത്ത് കോരി എടുക്കാൻ നിൽക്കണ്ട. കാരണം നമ്മൾ ഈ വറുക്കുന്ന എണ്ണയിൽ തന്നെയാണ് അച്ചാർ ഇടുന്നതും. അപ്പൊ കുറെ എണ്ണ ഒഴിച്ച് വറുത്ത് കോരുമ്പോ ഇതിൽ നിന്ന് കുറച്ച് എണ്ണ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. ആ മാറ്റി വെച്ചത് നമുക്ക് പിന്നീട് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അതിലേക്ക് നല്ലോണം ഇതിന്റെ ഉപ്പ് ഇറങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് കുറച്ച് എണ്ണയിൽ ഇതുപോലെ വറുത്ത് കോരി എടുക്കാം. നമുക്ക് അച്ചാർ ഇടാനും കൂടെ പാകത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് അതിൽ വറുത്ത് കോരുന്നതിനനുസരിച്ച് എണ്ണയുടെ അളവ് കുറയും. അപ്പൊ ഒഴിച്ചു കൊടുത്തിട്ട് വറുത്തെടുക്കാം. എല്ലാം വറുത്ത് കോരി എടുത്തതിന് ശേഷം കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കറിവേപ്പില ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ കടുക് പൊട്ടിക്കണം കേട്ടാ. കടുക് പൊട്ടിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് മറന്നു പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും അച്ചാറിൽ ഞാൻ കടുക് അധികം ഇടാറില്ല കേട്ടോ. പേരിനൊരു നുള്ള് അത്രേ പൊട്ടിക്കാറുള്ളൂ. അപ്പൊ കറിവേപ്പില ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് വെളുത്തുള്ളി അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടല്ലേ, ആ രീതിയിൽ വേണം കേട്ടോ നമ്മൾ ചതച്ചെടുക്കാനായിട്ട്. ഭയങ്കരമായിട്ട് പേസ്റ്റ് പരുവത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വ്യത്യാസമൊക്കെ ഉണ്ടാവും. എണ്ണ കുറച്ച് കുറവാന്ന് തോന്നിയപ്പോ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അച്ചാറിടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എണ്ണ മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ഇടാറില്ല കേട്ടോ. പാകത്തിന് തന്നെ ഇടാറുള്ളൂ. കണ്ടില്ലേ, ഇതുപോലെ വെളുത്തുള്ളി കിടക്കുന്ന വിധത്തിൽ ചതച്ചെടുക്കാം. ഈ ഒരു സമയമായപ്പോഴാണ് കടുക് പൊട്ടിച്ചില്ലല്ലോ എന്നൊരു ഓർമ്മ വന്നത് കേട്ടോ. അപ്പൊ പിന്നെ ഇതെല്ലാം ഒരു സൈഡിലേക്ക് കുറച്ചും കൂടെ നീക്കി വെച്ചിങ്ങാണ്ട് കടുക് ചെറുതായിട്ട് ഇട്ട് കൊടുത്തിങ്ങാണ്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവ പൊട്ടിച്ചിടുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഉലുവയുടെ പൊടിയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കടുകും ഒരു പേരിന് തന്നെ ഇടണുള്ളൂ കേട്ടോ. ഓവറായിട്ട് ഇട്ട് കൊടുക്കാറില്ല. കടുകൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ ഇട്ടുങ്ങാണ്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ടൊന്ന് മൂക്കട്ടെ കേട്ടോ. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ആ കളർ ഇതുപോലെ ആവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, ഉലുവയുടെ പൊടി, ഒരു നുള്ള് കായത്തിന്റെ പൊടി, പേരിന് ഇത്തിരിക്കോളം മഞ്ഞൾപ്പൊടി. അച്ചാറിടുന്ന സമയത്ത് ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർക്കണ്ട കേട്ടോ. പേരിന് ചേർത്താൽ മതി. അപ്പൊ നമുക്ക് അച്ചാറിന്റെ ആ ഒരു കളറ് കിട്ടും. ഇനി ഈ പൊടികളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി എണ്ണ തെളിഞ്ഞു വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ട് കേട്ടോ. ശരിക്കും കൊണ്ടാട്ടമുളക് അച്ചാറിന് ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന കൊണ്ടാട്ടമുളകാണ് കേട്ടോ. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കൊണ്ടാട്ടമുളകിൽ ചിലതിൽ ഉപ്പ് കൂടുതലായിരിക്കും, ചിലതിൽ പാകത്തിലായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ. പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറി വന്ന് എണ്ണ തെളിഞ്ഞു വന്നപ്പോ ഇതിനകത്തേക്ക് സൊറുക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കുറച്ചധികം തന്നെ സൊർക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ന് കരുതിയിട്ട് ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യരുത് കേട്ടോ. ആവശ്യത്തിന് ഒരു പുളി അത്രയ്ക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഇതിനകത്തേക്ക് ഒരു ചെറിയ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ചും കഴിഞ്ഞിട്ട് ആ സൊർക്കട ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ കൊണ്ടാട്ടമുളക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഞാനിപ്പോ ഈ ഇട്ടതന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കാരണം മുളകിന് നല്ല ഉപ്പുണ്ടല്ലോ. അപ്പൊ അതെന്തായാലും ഉപ്പ് ഇറങ്ങും. അപ്പൊ അതുകൊണ്ട് തന്നെ ഉപ്പിടുമ്പോ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ നമ്മളൊരു സീക്രട്ട് ആയിട്ട് ഒരു സാധനം ചേർക്കുന്നുണ്ടെന്നാണില്ലേ, ഇതാണ് കേട്ടോ. ശർക്കരയുടെ 2 പീസ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളക്കുന്നതിനനുസരിച്ച് അതിൽ കിടന്നിട്ട് തന്നെ അലിഞ്ഞോളൂ കേട്ടാ. ഭയങ്കരമായിട്ട് ഇടണ്ട, അപ്പം മധുരം മുന്നിൽ നിൽക്കും. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതിട്ടോ. അപ്പൊ ആ ഒരു എരിവും പുളിയും ആ ഒരു മധുരം ചെറുതായിട്ടുള്ള മധുരം ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈത്തപ്പഴമൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. ഇതിപ്പോ ഈത്തപ്പഴം ഇടാണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പോ നമ്മുടെ മുളക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ.
കടയിൽ നിന്ന് വാങ്ങണ ചിലതിൽ ഭയങ്കര ഉപ്പ് മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ. എരിവ് പോലും കുറവായിട്ട് ഉപ്പ് മാത്രം കുത്തുന്നതുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന കൊണ്ടാട്ടമുളക് തന്നെയാണ് ഏറ്റവും നല്ലത്. മുളക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഒന്ന് കുത്തി കൊടുക്കാട്ടോ. ഒന്നല്ലാതെ ഒന്ന് പൊട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് കുത്തി കൊടുക്കുമ്പോൾ എല്ലാതും ഒന്ന് പൊട്ടിക്കിട്ടും നമുക്ക്. എന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഉടയ്ക്കണം എന്നല്ല കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് കുറച്ച് കായത്തിന്റെ പൊടി മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഒരു നുള്ളു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ശരിക്കും ലാസ്റ്റിൽ ഇതുപോലെയാണ് കായത്തിന്റെ പൊടി ഇട്ട് കൊടുക്കേണ്ടത് കേട്ടാ. ഇത് ചെറുതായിട്ട് വറ്റി വന്നപ്പോൾ കായത്തിന്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇടക്ക് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ തിളക്കുന്നതിനനുസരിച്ച് ഒന്ന് ഇതായിക്കോളൂ കേട്ടാ. അപ്പൊ അതേ നമ്മുടെ അച്ചാർ ഇവിടെ നന്നായിട്ട് തിളച്ച് ആ ഗ്രേവി ഒക്കെ നല്ല തിക്കായിട്ടുണ്ട്. പിന്നെ കൊണ്ടാട്ടമുളക് അച്ചാറിൽ മറ്റേ അച്ചാർ പോലെ ഭയങ്കര ചാറും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു കുഴമ്പ് രൂപത്തിലാണ് ആ മുളകിനോട് ആ മസാല ഒക്കെ നല്ല പറ്റിയ ഒരു കുഴമ്പ് രൂപത്തിലാണ് ഇട്ടാ കിട്ടുക. ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേർക്കും പിന്നെ ഗൾഫിലുള്ളവർക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ ഇത്. അപ്പൊ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടാ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇളക്കണേന്റെ ഒപ്പം നന്നായിട്ട് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മുളകിന്റെ ഉള്ളിലേക്ക് ഈ മസാല ഒക്കെ നന്നായിട്ട് പിടിക്കോട്ടാ. പിന്നെ ഇപ്പൊ ഈ ഗ്യാസ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കുറച്ച് ഗ്രേവി പോലെ തോന്നും. പക്ഷെ ഈ ഉരുളിയുടെ ചൂട്ടത്ത് ഇരുന്നിട്ട് അത് പിന്നെയും പറ്റുവോട്ടാ. ഇപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കിടന്ന് തിളച്ചിങ്ങാനിട്ട് പിന്നെ ആ ഉരുളിയുടെ ചൂട്ടത്ത് ഒന്നും കൂടെ കിടന്ന് വറ്റോട്ടാ. അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് ഇടേണ്ടി ഒന്നും വരില്ല. കാരണം നല്ല ഉപ്പുള്ള മുളകാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടി വരില്ല. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ ആകുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിപ്പോ ആദ്യം ആ ചേർത്ത് കൊടുത്ത ഉപ്പ് തന്നെ ഉള്ളൂ കേട്ടോ. വേറെ ഉപ്പൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇതിങ്ങനെ ഇരുന്ന് കഴിയുമ്പോ ഈ പരുവത്തിലായി കിട്ടും. അപ്പൊ മറക്കണ്ട, ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവര് എന്തായാലും ഉണ്ടാക്കി നോക്കിട്ടാ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പൊ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ, ബൈ.